നമസ്കാരം. അപ്പോൾ ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നും രാവിലെ വഴക്കായിരുന്നു. നൂറയും ആര്യനും ഒക്കെ തമ്മിലായിരുന്നു. ഫുഡിൻ്റെ പേരും പറഞ്ഞ് തന്നെയായിരുന്നു. നെവിൻ എന്തോ യോനറ്റ്സ് അങ്ങനെ കണ്ടെന്തോ പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ മിൽക്ക്, ഇതൊക്കെ നെവിൻ ഒരുപാട് എടുത്ത് മറ്റുള്ളവരെ ഒക്കെ കൂടെ കൂടുതൽ എടുത്തായിരുന്നു നെവിൻ. ആർക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ, അളവുണ്ടല്ലോ, അതിൻ്റെ ഓവറായിട്ട് നെവിൻ എടുത്ത്. അപ്പോൾ അത് നൂറ ചോദിച്ചു. അപ്പോൾ നൂറ പറഞ്ഞു നെവിനെ എടുക്കാമെങ്കിൽ ഞങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നൂറ ഫ്രിഡ്ജിൻ്റെ ഒന്ന് എടുക്കാൻ പോയ സമയത്ത് ആര്യനും അക്ബറും കൂടെ വന്ന് നൂറയുടെ കൈയും ഫ്രിഡ്ജിൻ്റെ ഇടയിൽ പോകേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിനത് പറ്റിയില്ല. അങ്ങനെ ഫ്രിഡ്ജിനകത്തിൻ്റെ സാധനങ്ങളൊക്കെ അത് ദേഹത്തോട്ട് വീണു. അങ്ങനെ ആ സാധനം നൂറ എടുത്ത് അവിടെ ഏറ്റവും കൂടുതലും ഉണ്ടാകുന്നത് അടുക്കളയിൽ നിന്നാണ്, ഫുഡിൻ്റെ പേരിലാണ്. അപ്പോൾ അനുമോള് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുമായിരുന്നു അനുമോളുടെ മുന്നിൽ പോയി യാചിക്കണം. ഈ പറഞ്ഞ നെവിനും ആര്യനും അക്ബറും ഒക്കെ പറഞ്ഞായിരുന്നു. ഇവര് മൂന്നുപേരും ക്യാപ്റ്റനായി വന്നു. ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ ആ ബിഗ് ബോസിലെ അടുക്കള ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള രീതികളാണ് നടന്നു പോകുന്നത്. കൃത്യമായിട്ട് ആർക്കും ഭക്ഷണം കിട്ടുന്നില്ല. ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു അനീഷ് വിശന്നിരുന്ന് ഗ്യാസ് കയറി ഛർദ്ദിച്ചു. പിന്നെ അനീഷ് തന്നെ ചോറും പച്ചമുളകും എടുത്ത് കഴിച്ചു. അപ്പോൾ ഈ ബിഗ് ബോസ് കൊടുത്ത ഈ 3 പേർക്കും ക്യാപ്റ്റൻസി വളരെ മോശപ്പെട്ടതാണ്. നെവിന് ബിഗ് ബോസ് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലോട് പ്രേക്ഷകർക്ക് അത്ര, അല്ലെങ്കിൽ എനിക്ക് പോലും ഇതില്ല. കാരണം വാർണിംഗ് കൊടുത്തിട്ടിരിക്കും. ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായപ്പോൾ കഴിഞ്ഞ സീസൺ 4 മറ്റേ റോബിനും റിയാസും തമ്മിലൊരു പ്രശ്നം ഉണ്ടായത്. അതിൻ്റെ അകത്ത് റോബിൻ ഇടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ റിയാസും ജാസ്മിനൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാക്കി റോബിനെ പുറത്താക്കി. പക്ഷേ ഇന്ന് നടന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റിയത് ഷാനവാസിക്കയുടെ മുഖത്ത് പാലും തൈരും ഒക്കെ ഒഴിച്ച്. അപ്പം പെട്ടെന്നുണ്ടായ ശ്വാസം മുട്ടലിലെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ഒരാളെ വെറുതെ വാൺ ചെയ്ത് വിട്ടിട്ട് കാര്യമില്ല. കാരണം നെവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസും ലാലേട്ടനൊക്കെ ഇങ്ങനെ തലോടി വിടത്തുള്ളൂ, ഒന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും അവനെ ഒക്കെ പറഞ്ഞ് വിടത്തുള്ളൂ. അതുകൊണ്ട് നെവിന് ഭയങ്കര ഒരു ധൈര്യമാണ്. പക്ഷേ നെവിനെ പുറത്താക്കണമായിരുന്നു അന്ന് തന്നെ. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് ഗേൾസ് ഒരു ഗ്രൂപ്പ്, ബോയ്സ് ഈ 3 പേരുണ്ടല്ലോ, ഇപ്പോഴത്തെ 3 ക്യാപ്റ്റന്മാർ ആര്യൻ, നെവിൻ, അക്ബർ, ഇവർ ഗ്രൂപ്പ്. ഇപ്പോൾ ഗേൾസിൻ്റെ എന്തോ പട്ടാ ഗ്രൂപ്പ് അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഗ്രൂപ്പിലൊന്നും ഇല്ലാതെ എവിടെ നിൽക്കണം എന്ന് പോലും ഉറപ്പില്ലാത്ത 2 ആളുകളാണ് അനീഷനും പിന്നെ സാബുമാനും. ഇവർക്ക് ഫുഡ് കിട്ടിയാൽ മതി, ഗെയിം കളിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം. കാരണം ഞാൻ അറിഞ്ഞത് നെവിൻ എലിമിനേറ്റ് ആയെന്നാണ്. നെവിൻ മാത്രം എലിമിനേറ്റ് ആയിട്ട് കാര്യമില്ല, കൂട്ടത്തിൽ ആര്യനും കൂടെ പോകണം. കാരണം ഇവർ 2 പേരുമാണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് അനുമോൾക്കും നൂറയ്ക്കും അതിലേക്കൊന്നും സമാധാനമൊന്നും കൊടുക്കാത്ത 2 പേരാണ് നെവിനും ആര്യനും. അപ്പോൾ ഇവർ 2 പേരും പുറത്തു പോകണം, എന്നാലേ ബിഗ് ബോസിലെ പകുതി പ്രശ്നം അവസാനിക്കത്തുള്ളൂ. അപ്പം ഈ ആര്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ടിക്കറ്റ് ടു ഫിനാലെ ആണല്ലോ, എല്ലാ ടാസ്കിലും ആര്യൻ ഒരു ഉടായ്പ് കളി കാണിക്കും. അതെല്ലാവരും പൊക്കിയിട്ടുള്ള.
മറ്റേ ഇങ്ങനെ കറങ്ങുന്ന ഒരു ഇതുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ആര്യൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതിങ്ങനെ കറക്കി. ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടി വേണം കറക്കാൻ, ഊരിയെടുക്കാൻ. പക്ഷെ ആര്യൻ അത് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ അത് എടുത്ത്. അതുപോലെ ഇപ്പം ഞാനൊരു ടാസ്ക് കണ്ടായിരുന്നു. ഇങ്ങനെ കട്ടകൾ എറിഞ്ഞ ഒരു നെറ്റിൻ്റെ അകത്താക്കി അത് എല്ലാം കൂടെ എടുത്ത് ഒരു സ്കെയിലിൻ്റെ പുറത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടണം. ആ ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് ഈ അറ്റത്ത് വെക്കണം, സ്കെയിലിൻ്റെ ബാലൻസ് ചെയ്ത് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആരും രണ്ട് കണ്ടും പിടിച്ച് പിന്നെ ഈ കട്ടകൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതിയിൽ വെച്ച്. അപ്പോൾ അത് ഫേക്ക് കളിയായതുകൊണ്ട് എല്ലാവരും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് മൈൻഡ് ചെയ്തില്ല. ബിഗ് ബോസ് പറഞ്ഞ് ആര്യൻ ആദ്യം തൊട്ട് ചെയ്യാൻ. അങ്ങനെ എല്ലാ ടാസ്കിലും ഫേക്കായിട്ട് ഉഡായിപ്പ് കളി കളിക്കുന്ന ഒരാളാണ് ആര്യൻ. അപ്പോൾ ആര്യനും എത്രയും വേഗം ആ വീട് വിട്ട് പോകേണ്ടതാണ്. ആര്യൻ ഒരിക്കലും കപ്പടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഇതായിരിക്കും. എന്താ പറയുക, ഫേക്ക് പ്ലേയേഴ്സിനൊക്കെ ജയിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാവും ബിഗ് ബോസ്. പിന്നെ ഷാനവാസിക്കയുടെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പമൊന്നും ഉണ്ടാകില്ല, ഒരു കുഴപ്പം ഉണ്ടാകാതെ എത്രയും വേഗം ബിഗ് ബോസിലോട്ട് തിരിച്ചു വരട്ടെ. ഞാൻ എപ്പോഴും വോട്ട് ചെയ്യുന്നത് ഷാനവാസിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അർഹതയുണ്ട് ഈ കപ്പ് കൊണ്ടുപോകാനായിട്ടുള്ളത്. അപ്പം എത്രയും വേഗം ഇങ്ങോട്ട് ബിഗ് ബോസിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഏറ്റവും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബോയ്സ്, ഇപ്പോൾ 3 ക്യാപ്റ്റന്മാർ, ഇവരുടെ ഈ ഗ്രൂപ്പ് പൊളിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെവിനും ആര്യനും പുറത്തു പോകണം. അക്ബർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അക്ബർ ആക്റ്റീവ് ആകത്തുള്ളൂ. സംസാരവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവ് ആകുന്നുണ്ട്. ഗ്രൂപ്പ് പോകുന്നതിനനുസരിച്ച് അക്ബറിൻ്റെ സ്വഭാവം താഴ്ന്ന് വളരെ പാവമായിട്ട് വരും. ആദ്യമൊക്കെ അപ്പാനിയുടെ ഗ്രൂപ്പായിരുന്നു. അപ്പാനി, അക്ബർ, രേണ, ബിന്നി ഇവരൊക്കെ ആയിരുന്നു ഒരു ഗ്രൂപ്പ്. ആ സമയത്ത് അക്ബർ ഭയങ്കര ബഹളവും ഒച്ചയും എന്താ പറയുക ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു. ഇപ്പോൾ കൂടുതലും പോകുന്നത് രേണുവിൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം പോയി. പിന്നെ പോകുന്നത് അനുമോളോടും ഷാനവാസിക്ക്. ഈ ഷാനവാസിക്ക് അടുത്ത് പോകുമ്പോൾ ഷാനവാസിക്ക് സ്പോട്ടിൽ തന്നെ കൊടുത്തേക്കും, അത് മാറ്റി വയ്ക്കത്തില്ല. അപ്പം തന്നെ കൊടുത്ത് പുള്ളിക്കാരനെ അങ്ങ് ഒതുക്കും. പിന്നെ പോകുന്നത് അനുമോളെടുത്താണ്. അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അക്ബറിന് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്നെ ആരും ചൊറിയാൻ വരത്തില്ല എന്ന് അറിയാൻ അക്ബർ. ഗ്രൂപ്പ് ഇപ്പോൾ അപ്പാനി പോയി, രേണ പോയി, ബിന്നി പോയി, ഇവരൊക്കെ പോകുന്നതിനനുസരിച്ച് അക്ബറിൻ്റെ സ്വഭാവം ഇങ്ങനെ പാവമായിട്ട് വരും. ഇപ്പം പഴയതുപോലെ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അതും എന്തായാലും പോയി പതിയെ ഈ ആദില്, നൂറയും അനുമോളുടെ ഒക്കെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. എന്തായാലും ആ ഗ്രൂപ്പ് പൊളിയണം, എന്നാലേ ബിഗ് ബോസിൽ പുതിയ സമാധാനം വരത്തുള്ളൂ. ശനിയാഴ്ച എന്താണ് ഇനി സംഭവിക്കുക എന്ന് നമുക്ക് ഒരു ഇതുമില്ല, ഐഡിയ ഇല്ല. എന്തായാലും നെവിനെ നന്നായിട്ട് പിടിക്കണം. നെവിനെ ആര്യനെയൊക്കെ നന്നായിട്ട് ലാലേട്ടൻ പിടിക്കണം. നല്ലപോലെ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച അവരിൽ നിന്നും ഉത്തരം മേടിക്കണം. അല്ലാതെ അവരെ വെറുതെ ഇത് തലോടി വിടരുത്. കാരണം എന്ന് പറഞ്ഞാൽ നെവിനും ആര്യനും ഒക്കെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ബിഗ് ബോസും പിന്നെ ലാലേട്ടനൊക്കെ വെറുതെ അവരെ ഇങ്ങനെ ആ മോനെ എന്ന് പറഞ്ഞൊക്കെ അങ്ങ് വിടും. അപ്പോൾ എത്രയും വേഗം നെവിനും ആര്യനും ആ വീട്ടിൽ നിന്നും പോകട്ടെ. ബിഗ് ബോസ് ഹൗസിലെ പകുതി പ്രശ്നങ്ങൾ തീർന്ന് വളരെ സന്തോഷമായി ഒത്തൊരുമയോടെ എല്ലാവരും ടാസ്ക് കളിച്ച് ഫൈനലിലെത്തട്ടെ. ഷാനവാസിക്കയും തിരിച്ചു വന്ന് ഫൈനലിലെത്തി കപ്പ് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആരാണ് വിന്നർ ആകണം എന്ന ആഗ്രഹം, അതൊന്നും കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.